ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളത് അതെ, നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ റെസ്യൂമെയാണ്. ഈവൻ റെസ്യൂമെ ആ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ എച്ച്ആറിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് അതൊരു ATS എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നുണ്ടല്ലേ? ഇപ്പോഴത്തെ ഒരു രീതിയിൽ അങ്ങനെയാണ് പോകുന്നത്. ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവിടെ ഒന്ന് കടന്നു കിട്ടിയാലേ നിങ്ങൾ HR ഒരു ഹ്യൂമൻ അവിടെ നിങ്ങളുടെ റെസ്യൂമെ വായിക്കുന്നുള്ളൂ. അപ്പൊ ATS ഫ്രണ്ട്ലി റെസ്യൂമെയും അവിടെ ഒരു പോയിന്റ് ആണ്. ചിലപ്പം ആ കാൻഡിഡേറ്റ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ ആയിരിക്കില്ല. അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അവർ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ടെക്നോളജി വെച്ചിട്ടാണ് ആ ATS അവര് ഒന്ന് ഫിൽട്ടർ ചെയ്ത് വിടുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് റെസ്യൂമെ ChatGPTക്കോ ജെമിനിക്കോ, അതായത് ഇന്ന് എന്തായാലും ജെമിനിയുടെ ChatGPTയുടെ നമ്മുടെ എല്ലാ ഡാറ്റയും ഉണ്ട്, റെസ്യൂമെ കൂടെ കൊടുത്തിട്ട് ക്യാൻ യു മേക്ക് ദിസ് ആൻ ATS ഫ്രണ്ട്ലി റെസ്യൂമെ, അല്ലെങ്കിൽ സജഷൻസ് തരാം, ഹൗ ഷുഡ് ഐ ഇംപ്രൂവ് ഇറ്റ്. അപ്പൊ ഈ ടൂൾസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് കൂടെ അവിടെ